സുഭാഷിതങ്ങൾ അധ്യായം 14. ജ്ഞാനം വീടു പണിയുന്നു, ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു, കുടിലമാർഗി അവിടുത്തെ നിന്ദിക്കുന്നു. ഭോഷന്റെ സംസാരം അവന്റെ മുതുകത്തു വീഴുന്ന വടിയാണ്, വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും. കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല, കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു. വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല, കള്ളസാക്ഷി പൊളി പറഞ്ഞുകൂട്ടുന്നു. പരിഹാസകൻ വിവേകം അന്വേഷിക്കുന്നത് നിഷ്ഫലമാണ്, ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും. ഭോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക, അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല. തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം. വിഡ്ഢികളുടെ ഭോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു. ദുഷ്ടരെ ദൈവം വെറുക്കുന്നു, സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹൃദയത്തിൻ്റെ ദുഃഖം അതിനു മാത്രമേ അറിഞ്ഞുകൂടൂ, അതിൻ്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും, സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്. സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക. വഴി പിഴച്ചവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളുടെയും, ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു. ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. വിവേകി ജാഗരൂകതയുടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു. ഭോഷൻ വീണ്ടുവിചാരമില്ലാതെ എടുത്തു ചാടുന്നു. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്, ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു. ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടം അണിയുന്നു. ദുർജനം സജ്ജനങ്ങളുടെ മുൻപിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും. ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു, ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട്. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. തിന്മ നനയ്ക്കുന്നവൻ തെറ്റു ചെയ്യുകയല്ലേ, നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു. അധ്വാനം ഏതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴി തെളിക്കുകയേയുള്ളൂ. ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം, ഭോഷത്വം ഭോഷന്മാർക്ക് പൂമാലയും. സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു, കള്ളസാക്ഷി വഞ്ചകനാണ്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്, മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ്. പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു. ദുഷ്ടൻ തിന്മ ചെയ്ത് അധപ്പതിക്കുന്നു, നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു, ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല. നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു, പാപം ഏതു ജനതയ്ക്കും അപമാനകരമത്രേ. വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിൻ്റെ പ്രീതി നേടുന്നു, ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവൻ്റെ മേൽ അവൻ്റെ കോപം നിപതിക്കുന്നു. അധ്യായം 15. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു, വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു, ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ഭോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു, വിവേകി ശാസനം ആദരിക്കുന്നു. നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്, ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു. വിവേകികളുടെ അധരങ്ങൾ അറിവ് പരത്തുന്നു, ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ്, നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. നേർവഴി വിട്ടു നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും, ശാസനം വെറുക്കുന്നവൻ മരിക്കും. പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നു കിടക്കുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല, അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവ്യത ഉന്മേഷം കെടുത്തി കളയുന്നു.
ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു. ഭോഷന്മാരുടെ വദനത്തിന് ആഹാരം ഭോഷത്വമാണ്. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്. സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം. മുൻകോപി കലഹമിളക്കി വിടുന്നു, ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു. അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവൃതമാണ്. സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതിയത്രേ. വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷൻ അമ്മയെ നിന്ദിക്കുന്നു. ബുദ്ധിഹീനൻ ഭോഷത്വത്തിൽ ആനന്ദിക്കുന്നു. ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു. സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും. വേണ്ടത്ര ഉപദേഷ്ടാക്കളുള്ളപ്പോൾ അവ വിജയിക്കുന്നു. ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ. സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു. താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിചാക്കുന്നു. വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു. ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്. നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു. ദുഷ്ടരുടെ അധരങ്ങൾ ദുഷ്ടത വമിക്കുന്നു. കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും. പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. വിനയം ബഹുമതിയുടെ മുന്നോടിയും. ദൈവമായ കർത്താവിന് സ്തുതി.